5 ദിവസം അത് കഴിഞ്ഞാൽ നമ്മുടെ ഓണപ്പരീക്ഷ തുടങ്ങുക. എന്നാലടാ ഓണപ്പരീക്ഷ ടൈം ടേബിൾ നിങ്ങൾ കണ്ടപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിക്കാൻ അധികം സമയമല്ല. നമ്മുടെ 4-ാം തീയതി തുടങ്ങുന്ന ഈ ഓണപ്പരീക്ഷയിൽ 5-ാം തീയതി ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞ് 6-ാം തീയതി ഫ്രൈഡേ അപ്പം തന്നെ നമ്മുടെ മാത്സ് ഉണ്ട്. 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. മാത്സ് മാത്രമല്ല, പിന്നെ 2 ദിവസം ലീവ് ഉണ്ടെങ്കിലും പിന്നെ 9-ാം തീയതി മൺഡേ ബയോ CS കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം 10-ാം തീയതി ട്യൂസ്ഡേ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഫിസിക്സ് വരുന്നുണ്ട്. പിന്നെ ഒരൊറ്റ ദിവസമാണ് കെമിസ്ട്രിക്ക് പഠിക്കാനുള്ള ഗ്യാപ്പ്. അത് കഴിഞ്ഞ് 12-ാം തീയതി നമുക്ക് എന്ത് വരുന്നുണ്ട്? കെമിസ്ട്രി വരുന്നുണ്ട്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാൻ അധികം ടൈമില്ല. എന്നാൽ അത് നമുക്ക് സെറ്റാക്കാം. ഒന്നും പേടിക്കേണ്ട. കാരണം എന്തായാലും ഈ 3 സബ്ജക്ട്സ് തലേന്ന് പഠിക്കാൻ എന്തായാലും നമുക്ക് ഫുള്ളും പഠിച്ച് കംപ്ലീറ്റ് ആക്കി ഒരു ഫുൾ മാർക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ നിങ്ങളെല്ലാവരും മാത്സിൻ്റെ ഒരു കാര്യം കണ്ടിട്ടുണ്ടാവും, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇന്നലെ നമ്മുടെ മാത്സ് ഇതേപോലെ അറിയില്ല, പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാത്സിന് 5 ചാപ്റ്റേഴ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇന്നലെ രാത്രി 7 മണിക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ താഴെ എന്തായാലും ലിങ്ക് ഉണ്ട് കേട്ടോ. കണ്ടവരാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ സെഷൻ ഒന്ന് താഴെ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തേ. സോ മാത്സിൻ്റെ കാര്യം സോൾവ് ആയി. ഇനിയും ലൈസുകൾ വരുന്നുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി എന്ത് ചെയ്യും? അതിനാണ് ഒരു കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് 3 ദിവസം നമ്മൾ സെറ്റാക്കാൻ പോവുക. ഇന്ന് 29-ാം തീയതി തേഴ്സ്ഡേ രാത്രി 7 മണിക്ക് മാത്സ് വന്ന പോലെ ഫിസിക്സിൻ്റെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. 2ഉം 4ഉം ആയിട്ട് ഞാനും സുനിൽ സാറും വരുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞില്ല, പിന്നെ 2 ചാപ്റ്റേഴ്സും കൂടി ഇല്ലേ? അത് നാളെ ഫ്രൈഡേ രാത്രി 7 മണിക്ക് ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സായ 1ഉം 3 ആയിട്ട് വരുന്നുണ്ട്. സോ ഫിസിക്സും സെറ്റോസ്കിയായി. കെമിസ്ട്രി എന്താ ചെയ്യുക? കെമിസ്ട്രി ഒരു ദിവസം മൊത്തം നമ്മളങ്ങ് ഒഴിച്ചു നോക്കാൻ പോവുക. രാവിലെ 9 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു മാരത്തോൺ തുടങ്ങും. അതിൽ നിങ്ങൾ ഇത്രയും കാലം കെമിസ്ട്രി പഠിക്കാത്തവരോട് ഒരു പേടി പേടിക്കേണ്ട. ഒന്നും അറിയാത്ത ആൾക്കാരാവട്ടെ, എല്ലാം പറഞ്ഞ് റിവിഷന് വേണ്ടി വന്ന ആൾക്കാരാവട്ടെ, ആ രാവിലെ 9 മണിക്ക് തുടങ്ങി എപ്പോഴാണ് പാതിരാത്രി ആയാലും കുഴപ്പമില്ല, ഫുൾ ചാപ്റ്റേഴ്സ് ഫുൾ മാർക്ക് ഉറപ്പിച്ച് നമ്മൾ സെറ്റാക്കാൻ പോവുക. 2 ആൾക്കാരുണ്ട്, യാസിൻ സാറും മുസിൻ സാറും. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് പേടിയൊക്കെ മാറിയില്ലേ? മാത്സ് ഓൾറെഡി സെറ്റായി, ഫിസിക്സ് സെറ്റായി, കെമിസ്ട്രി സെറ്റായി. സോ ഇതിന് ശേഷം സൺഡേ എന്താ സംഭവിക്കുക? സൺഡേടാ എന്തായാലും ഇത്രയൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് മോട്ടിവേഷൻ കുറയും. അപ്പോൾ മോട്ടിവേഷൻ ബൂസ്റ്റപ്പ് ആക്കണ്ടേ? അങ്ങനെ കട്ട മോട്ടിവേഷനുമായിട്ട് ഈ വരുന്ന സൺഡേ സെപ്റ്റംബർ 1-ാം തീയതി അജാസ്ക നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തൊട്ടുമ്പത്തെ മോട്ടിവേഷൻ ഓർമ്മല്ലേ? അപ്പോൾ എല്ലാം റെഡിയല്ലേ? സോ എല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. ആ ഒരു ടൈം ടേബിളിൽ സാറേ ഞങ്ങൾക്ക് പഠിക്കാൻ സമയമല്ല, അത് സോൾവ് ചെയ്തെന്ന് മാത്രമല്ല ആ സാധനം ഞങ്ങൾ ഫുൾ സെറ്റാക്കി ഫുൾ മാർക്ക് കിട്ടും. അതിന് എന്തായാലും ഇജിപ്പോഴും കൂടെ ഉണ്ട്. അവിടെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്തായാലും ഹാപ്പിയായി സെറ്റായോ? അതേപോലെ 15 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഹെൽപ്ഫുൾ ആയിരുന്നോ? അതും കൂടി താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈവിൽ കാണാം. 3 ദിവസത്തെ ലൈവുകൾ എന്തായാലും എല്ലാ ഫ്രണ്ട്സിനും കൂട്ടി പോകുന്നേ കേട്ടോ. അതേപോലെ സൺഡേ മോട്ടിവേഷൻ. ബൈ.